ഡിഫൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ് യുവർ ഓണർ. കാരണം സത്യവും ധർമ്മവും നിലനിർത്തണം, സത്യം വധ ധർമ്മം ചര എന്ന് പറയേണ്ട ഉദ്യോഗസ്ഥനാണ് കോടതിക്ക് മുന്നിൽ വന്നു നിന്ന് നട്ടാൽ കിളിർക്കാത്ത ഈ നുണ പറയുന്നതെന്ന് ഓർക്കുമ്പോ ലജ്ജയാണ് തോന്നുന്നത്, ഒപ്പം സഹതാപവും. ഒരു പാവം സ്ത്രീയെ പലിശക്കാരി ആക്കി അടങ്ങൂന്ന് വാശി പിടിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇറങ്ങിത്തിരിക്കുമ്പോ ഞാൻ എന്ത് പറയാനാ യുവർ ഓണർ? എത്ര കാശാണ് സത്യഭാമയിൽ നിന്ന് വാങ്ങിയത്? 40,000 രൂപ. ഇത് വാങ്ങിയെന്നതിന് എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. എത്ര തുക തിരിച്ചു കൊടുത്തു? 10,000 രൂപ. അത് കൊടുത്തു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അവരുടെ അക്കൗണ്ടിലേക്കോ UPI വഴിയോ അങ്ങനെ എന്തെങ്കിലും തെളിവ്? ഇല്ല. യുവർ ഓണർ, സത്യഭാമയെ പലിശക്കാരിയായി മുദ്രകുത്താൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കരുതി വെച്ചിരുന്ന അവസാനത്തെ ആയുധമായിരുന്നു PW3 തുണ്ടിപ്പറമ്പിൽ ജനാർദ്ദൻ മകൻ സോമശേഖരൻ എന്ന ഈ സാക്ഷി. പണം വാങ്ങിയതിനും രേഖയില്ല, പണം കൊടുത്തതിനും രേഖയില്ല. ആകെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് വെറും കൈരേഖ മാത്രം. അത് നമ്മുടെ കോടതിയിൽ തെളിവായി സ്വീകരിക്കാനും പറ്റില്ല. ഈ അവസരത്തിൽ കുട്ടിക്കൃഷ്ണന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്കിവിടെ സൂചിപ്പിക്കാനുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടറും ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള സബ് ഇൻസ്പെക്ടർ സോമശേഖരനും ശ്രദ്ധിക്കാത്തതോ ശ്രദ്ധയിൽ മനഃപൂർവ്വം പെടുത്താത്തതോ ആയ ചില വിവരങ്ങളുണ്ട്. മരണപ്പെട്ട കുട്ടിക്കൃഷ്ണൻ നിരവധി ലോൺ ആപ്പുകളിൽ നിന്നും പണം എടുത്തിരുന്നു. അടവ് മുടങ്ങിയപ്പോ അവർ അവരുടെ തനി നിറം കാട്ടിയതിന്റെ ചില സ്ക്രീൻഷോട്ടുകൾ എക്സിബിറ്റ് നമ്പർ 6-ൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതൊരു കുട്ടിക്കൃഷ്ണൻ മാത്രം സംഭവിച്ച കാര്യമല്ല, നിരവധി കുട്ടിക്കൃഷ്ണന്മാർക്ക് സംഭവിക്കുകയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത്തരം ലോൺ ആപ്പുകൾ തങ്ങളുടെ ക്ലയൻസിനെ ഭീഷണിപ്പെടുത്തുന്നത്. മരണപ്പെട്ട കുട്ടിക്കൃഷ്ണന്റെ ചില ഫേക്കായ അർദ്ധനഗ്ന ഫോട്ടോസാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. കുട്ടിക്കൃഷ്ണൻ മരിക്കാനുള്ള കാരണം തന്നെ ഈ ഫോട്ടോകളാണ് സർ. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നിയമം നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥനായ സോമശേഖരൻ തന്റെ വ്യക്തിവൈരാഗ്യം തീർക്കാനായി ഈ കേസിലേക്ക് എന്റെ കക്ഷിയായ സത്യഭാമയെ വലിച്ചിഴയ്ക്കുകയായിരുന്നു യുവർ ഓണർ. ഒടുവിലത്തെ സാക്ഷി വിസ്താരത്തിലൂടെ ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായതാണ്. ആയതുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കി എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. ഇറങ്ങിക്കോളൂ.